പ്രതിഭകളെ പ്രണമിച്ചുകൊണ്ട് അക്ഷരങ്ങളും ആശയങ്ങളും കലയും ഒന്നിക്കുന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് കേരളപ്പിറവി ദിനത്തിൽ വിളംബരമായി. ഓരോ ഒഴുക്കിനെയും ലോകത്തിനു മുന്നിൽ എത്തിച്ച 7 മഹാരഥന്മാരെ നമ്മൾ ഇന്ന് ആദരിക്കുകയാണ്. ആ ഒരു സബരിയുടെ തുടക്കം ഇന്ന് നമ്മുടെ എല്ലാം ഇന്നത്തെ മലയാളത്തിന് എഴുത്തമ്മ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ അമ്മ എന്ന് പറയാവുന്ന ലീലാവതി ടീച്ചറുടെ കാൽക്കൽ നമ്മൾ ആദരം സമർപ്പിച്ചുകൊണ്ടാണ്. ഇതിലെ നല്ലൊരു തുടക്കം 7ാമത് അക്ഷരോത്സവത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. മാതൃഭൂമി തനിക്ക് അമ്മയെപ്പോലെയാണെന്ന് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതിയുടെ വാക്കുകൾ. എന്റെ എഴുത്ത് ജന്മത്തിന് മാതൃഭൂമിയാണ് അമ്മയായത്. അമ്മ മകളെ ആദരിക്കുകയല്ലോ പതിവ്, അനുഗ്രഹിക്കുകയാണല്ലോ. അതുകൊണ്ട് മാതൃഭൂമിയായ അമ്മ എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ആ അക്ഷരോത്സവത്തിൽ 40 ഭാഷാപ്രദേശങ്ങളിൽ നിന്നായിട്ട് 400ഓളം പ്രതിഭാശാലികൾ സമ്മേളിക്കുമെന്നും അറിയുന്നു. അതൊരു മഹാമഹം തന്നെയാണ്. ആ മഹാമഹത്തിന് സമ്പൂർണ്ണ വിജയം ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസ്, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ KR പ്രമോദ്, പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി എന്നിവർ ചേർന്നാണ് ലീലാവതി ടീച്ചർക്ക് ആദരവേകിയത്. ചെറുകഥയുടെ കുലപതി T പത്മനാഭനെയും മാതൃഭൂമി വീട്ടിലെത്തി ആദരിച്ചു. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ പങ്കെടുത്തു. കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ T പത്മനാഭനുമായി സംവദിച്ചു. ഞാൻ അതുപോലെ എഴുതുന്നു, മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊന്നല്ല. മാതൃഭൂമി അക്ഷരോത്സവം ക്യൂറേറ്റർ ഡോക്ടർ V വേണു വിദ്യാർത്ഥികളോടൊപ്പം എത്തി കലാമണ്ഡലം ഗോപിയാസാന ഉപഹാരം നൽകി ആദരിച്ചു. കഥകളിയെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും ഗോപിയാശാൻ സംസാരിച്ചു. മാതൃഭൂമി തൃശൂർ റീജിയണൽ മാനേജർ വിനോദ് നാരായണൻ, സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് എനിക്ക് തന്ന ഈ സ്വീകരണം, എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് തന്ന ഈ അനുമോദനം, സ്വീകരണം ഏറ്റവും വിലപ്പെട്ടതാണ്. മാതൃഭൂമിക്കൊപ്പം എഴുതി തുടങ്ങിയതിന്റെ ഓർമ്മകൾ പങ്കുവച്ചാണ് എഴുത്തുകാരൻ സേതു മാതൃഭൂമി അക്ഷരോത്സവത്തിന് ആശംസകളേകിയത്. മാതൃഭൂമിയായിട്ടുള്ള എൻ്റെ അടുപ്പെന്ന് പറഞ്ഞാലേ, എൻ്റെ ആദ്യത്തെ കഥ വന്നത് മാതൃഭൂമിയിലാണ്. അന്ന് 2-3 പ്രസിദ്ധീകരണങ്ങളുള്ളൂ. ഞങ്ങളുടെയൊക്കെ കഥകളൊക്കെ പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു പ്രസാധകനെ കിട്ടുക, അത് തിരഞ്ഞെടുക്കുന്ന ഒരു പത്രാധിപരെ കിട്ടുക എളുപ്പമൊന്നുമല്ല. അതിന് നന്ദി പറയുന്ന MTയോടാണ്. നിലമ്പൂർ ആയിഷ, എഴുത്തുകാരൻ C രാധാകൃഷ്ണൻ, പാട്ടിന്റെ ഹൃദയ സരസ്സുകൾ തീർത്ത ശ്രീകുമാരൻ തമ്പി എന്നിവർക്കും മാതൃഭൂമി ആദരവേകി. ജനുവരി 29 മുതലാണ് അന്താരാഷ്ട്ര അക്ഷരോത്സവമായ കായുടെ 7ാമത് എഡിഷന് കനകക്കുന്നിൽ തിരിതെളിയുക. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.